കേരളത്തിലെ ഇപ്പോഴത്തെ കത്തിപ്പടരുന്ന വാർത്തയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു സ്കൂളിൽ ഹിജാബോ ഹെഡ് കവർ, വി ക്യാൻ യൂസ് ദ വേർഡ് ഹെഡ് കവർ ഇട്ടുകൊണ്ട് പോയി ആ സ്കൂളിൻ്റെ യൂണിഫോം കോഡിന് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഹെഡ് കവർ ധരിക്കാൻ പാടില്ല എന്ന് സ്കൂൾ പറഞ്ഞു. അത് മതസ്വാതന്ത്ര്യത്തിനോ വേണ്ട ഇക്വാലിറ്റിക്കും സ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സമൂഹം, അതായത് പൊളിറ്റിക്കൽ സമൂഹം, കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ സമൂഹം ആക്ടിവേറ്റഡായി. അതെന്ന് പറഞ്ഞാൽ കേരളത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ കേരളം കാലാകാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ലെഫ്റ്റ് പൊളിറ്റിക്കൽ സമൂഹമാണ്. കേരളത്തിലെ വലതും ഇടതും ലെഫ്റ്റ് പൊളിറ്റിക്സാണ്. അത് ഞാൻ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഹിജാബ്, ആ പെൺകുട്ടി ഹെഡ് കവർ ധരിച്ച് സ്കൂളിൽ പോകണോ എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുക. ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഒരു കന്യാസ്ത്രീയാണ് വന്ന് നിന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പുള്ളിക്കാരി ഹെഡ് കവർ ധരിച്ചിട്ടുണ്ട്. സിഖുകാരൊക്കെ ഹെഡ് കവർ ധരിച്ചിട്ടില്ല നടക്കുന്നത്. അപ്പം ഈ നമ്മളുടെ മതത്തിൽ പറയുന്ന വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വസ്ത്രം ധരിക്കാനും ധരിക്കാതിരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഈക്വാലിറ്റി ഉള്ളൊരു സൊസൈറ്റിയിൽ അത് അനുവദിക്കണം. തുണി ഇല്ലാതെ നടക്കാനും തുണി മുഴുവൻ ഇട്ടുകൊണ്ട് കവർ ചെയ്ത് നടക്കാനും അനുവദിക്കണം എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. പക്ഷേ അത് പിന്നെ ഈ സ്കൂളിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. ആ സ്കൂളുകാർ പറയുന്ന അവർക്കൊരു യൂണിഫോം കോഡുണ്ട്. പെൺകുട്ടികളെ മുടി പിന്നിയിട്ട് 2 വശത്തും പിന്നിയിട്ട് കൊണ്ടുവരണം, പിന്നെ അവരുടെ ഒരു യൂണിഫോം വസ്ത്രം ധരിച്ചുകൊണ്ട് വരണം എന്നുള്ളത് ആ സ്കൂളിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു നിയമമാണ്. എല്ലാവരും അത് പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇന്ന് ഈ മുസ്ലിം കുട്ടിയോട് കോടതി പറയാണ് ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നാളെ വേറെ കുറച്ച് കുട്ടികൾക്ക് തുണിയില്ലാതെ വരാം. അതായത് ആ യൂണിഫോം എന്ന് പറയുന്ന കോഡ് അവിടെ പോയി, പറയുന്ന ആ ഒരു മെഷർ അവിടെ പോയി, ആ ഒരു നിയമം അവിടെ പോയി. കോഡാണോ മെഷർ, ആ നിയമം അവിടെ പോയി. കാരണം നാളെ ഒരാൾക്ക് വേണമെങ്കിൽ ടാറ്റു ഒക്കെ ഇട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടുകൊണ്ട് വരാം. പിന്നെ ശബരിമല സമയത്ത് കറുത്ത വസ്ത്രമൊക്കെ ഇട്ട് ഭസ്മമൊക്കെ ഇട്ടുകൊണ്ട് വരാം. സോ എനി വൺ ക്യാൻ വെയർ എനിത്തിങ് എന്നുള്ളതാണ് അതോടെ എൻ്റെ അഭിപ്രായത്തിൽ. ഇഫ് യു ലെറ്റ് വൺ പേഴ്സൺ ടു ഡു വാട്ട് ഷീ വാണ്ട്സ് ഓർ ഹി വാണ്ട്സ്, പിന്നെ ആ നിയമം ഇല്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ലീനിയൻ്റ് ആവാനുള്ളതല്ല ഒരു നിയമം. നിയമമാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. യു കനോട്ട് ഗിവ് കൺസെഷൻ ടു എനി വൺ. അത് എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ് പോയത്. അപ്പോൾ ഈ കുട്ടിക്ക് വേണമെങ്കിൽ ഈ കുട്ടിയുടെ വസ്ത്രം ധരിക്കാൻ പോസിബിളായിട്ടുള്ള പ്ലേസുകളിൽ പഠിക്കാൻ പോവാം. ഇനി ലെഫ്റ്റ് പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളം കാലകാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ലെഫ്റ്റാണ്. കാരണം ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു ബേസിക് രീതി എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, അവർ ഈ മൈനോറിറ്റി ഫീലിങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അതിപ്പോൾ മുസ്ലിം ആവണമെന്നില്ല, ഏതാണ് മൈനോറിറ്റി എന്നേ അവർ നോക്കുന്നുള്ളൂ. കാരണം വളരെ ഈസിയാണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈനോറിറ്റി അതായത് ഒരു രാജ്യത്തിലെ എല്ലാവരെയും പ്രൊഡക്റ്റീവാക്കി രാജ്യത്തിന് പൈസ ഉണ്ടാക്കി എല്ലാ പൗരന്മാരും സമൃദ്ധിയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ മോദി വർഷങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയ വ്യത്യാസങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ കാണുന്നുണ്ടോ? അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. പക്ഷേ ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് നക്സലുകളെ സപ്പോർട്ട് ചെയ്ത് ഭരണത്തിൽ വന്നു. ഈസിയാണ്. അവർ ചെറിയ ഗ്രൂപ്പാണ്, ഇറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ് അവർക്ക്. അപ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പം 100 പേരുണ്ടെങ്കിൽ മെജോറിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 100 പേരുണ്ട്, ആ 100 പേർക്ക് 200 അഭിപ്രായമാണ്. ദേ ആർ സോ സ്കാറ്റേഡ്. അവരെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ലോകം ഉണ്ടായ നാൾ മുതൽ ലോകം ഭരിച്ചിരുന്നത് ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ മെജോറിറ്റിയാണോ മൈനോറിറ്റിയാണോ? അല്ല, അവർ മൈനോറിറ്റിയാണ്. രാജാക്കന്മാർക്കൊരു സഭയും അതിൽ കുറേ ആൾക്കാരും ഒക്കെ, ഈ ഗ്രീക്ക് പൊളിറ്റിക്സൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, കുറേ പേര് സെനറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇരിക്കുന്നവന്മാരാണ്
യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്നത്, ആ സെനറ്റിലിരിക്കുന്നവർ, അതായത് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ മന്ത്രിമാർ, ഇവരാണ് രാജ്യം ഭരിക്കുന്നത്. അവർ രാജാക്കന്മാരെന്ന് പറയുന്ന മൈനോറിറ്റി ആയിട്ടുള്ളൊരു ചെറിയ ഗ്രൂപ്പ് പവറുള്ളവരെ കൂടെ വെച്ചേക്കുക. അവർക്ക് പവർ ഉണ്ടാവാൻ കാരണം പണ്ട് ആയുധമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളത് ആ കൂട്ടായ്മയാണ്. ദേ ആർ ടുഗെദർ. ഇറ്റ്സ് ഈസി ടു കീപ് ദം ടുഗെദർ. അപ്പം മൈനോറിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ തന്നെയാണ് ഇനി എന്നും ലോകം ഭരിക്കാൻ പോകുന്നത്. ലെഫ്റ്റ് പൊളിറ്റിക്സാണ് ലോകം എന്നും ഭരിക്കാൻ പോകുന്നത്. പിന്നെ റൈറ്റ് വല്ലപ്പോഴും മെജോറിറ്റി ആയ നമ്മളെപ്പോലുള്ള കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിയുന്നവർ കുറേ നാൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കുമോ, ദൈവമേ എന്തൊരു അടിച്ചമർത്തലാണെന്ന് ചിന്തിക്കും. അത്രയും സമയം നമുക്ക് ചിന്തിക്കാൻ യഥാർത്ഥത്തിലില്ല. കാരണം 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ ആയിരിക്കും ആരോഗ്യപരമായൊരു ജീവിതമുള്ള. ആ സമയത്ത് മുഴുവൻ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് പാടത്ത് പണിയെടുത്ത് അല്ലെങ്കിൽ പണ്ടത്തെ അടിമപ്പണിയെടുത്തൊക്കെ ജീവിക്കുന്ന നമ്മളുടെ അവസ്ഥ യഥാർത്ഥത്തിൽ അതാണ് ചിന്തിച്ച് നോക്കിയാൽ. പക്ഷെ നമ്മളത് കാണുന്നില്ല. ബിക്കോസ് വി ആർ ഹാപ്പി വിത്ത് വെയർ വി ആർ എന്നുള്ളതാണ്. അപ്പം ലോകം ഭരിക്കുന്നത് മൈനോറിറ്റിയാണ് കാലാകാലങ്ങളായിട്ട്. പണ്ടവർ രാജാക്കന്മാരെന്ന് വിളിച്ചു, ഇപ്പോഴവരെ നമ്മൾ മൈനോറിറ്റി എന്ന് വിളിക്കുന്നു. ഇപ്പം പിന്നെ അടിച്ചമർത്തൽ പറ്റാത്തത് കൊണ്ട് അതിനെ നമ്മൾ ഈക്വാലിറ്റി എന്നും അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പിൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ പരിഗണന കൊടുക്കുമ്പോൾ നമ്മൾ വളരെ വിശാല മനസ്കരാകുന്നു. സത്യം പറഞ്ഞാൽ ഒരു ആട്ടുംതോലിട്ടായ ചെന്നായുടെ രീതിയിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള മൈനോറിറ്റികളുടെ ചെറിയ അവകാശങ്ങൾ അവർക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കൊടുക്കാം. നിങ്ങൾക്ക് വീട്ടിലിരിക്കാം, തുണി ഇടാതിരിക്കാം, അബോർഷൻ വേണോ അത് ചെയ്യാം, പെണ്ണുങ്ങൾ പർദ്ദയിട്ട് നടക്കാം. അപ്പം അങ്ങനെയുള്ള ഈ മൈനോറിറ്റി ആയിട്ടുള്ള പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ചെറിയ ആവശ്യങ്ങൾ ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ളത് കൊടുത്ത് ലോകം ഭരിക്കുകയാണ് ലെഫ്റ്റ് പൊളിറ്റിക്സ്. തമിഴ്നാട്ടിൽ അങ്ങേര് പറയുന്നു ഹിന്ദി നിരോധിക്കാം. ഇറ്റ്സ് സോ ഈസി ടു ഡു.